ഹലോ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലേ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്കൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? ഓക്കെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മത്തിമുളകിട്ടതാണ്. ഓരോരുത്തരും ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് മീനൊന്ന് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ അതേ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനിവിടെ 2 തക്കാളിയും 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പൗഡറുകളും വേണം. ഇഞ്ചി വെളുത്തുള്ളി എനിക്ക് മീൻ കറിയിൽ ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഈ ഒരു അളവിൽ എടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ചട്ടി വെക്കുക. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഞാനിവിടെ ഉലുവ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉലുവ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി തക്കാളിയും പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പുളിയാണ്. പുളി പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുടംപുളി യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് പുളിയാണ് ഇഷ്ടം. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ഒന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം അതൊന്ന് തിളക്കണം. ചെറിയൊരു തിള വരുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇടും. അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് മീൻ മുട്ട. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതവിടെ നിന്നാവട്ടെ. മീൻ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. കറി ഒന്ന് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വെക്കാം. പിന്നെ മീൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഒരു സൈഡായിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടാക്കുന്നത്. അത് പെട്ടെന്നാവും കേട്ടോ. മീൻ മുട്ട പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായി വന്നിട്ടുണ്ട്.
നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കറിയായിരുന്നു. നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ അതിന് ഗ്രേവിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻമുട്ടിയും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.